ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പൽ ദുരന്തം ഇപ്പൊ താൽക്കാലികമായിട്ട് സംഭവിക്കുന്നതിനേക്കാളും ഇതിന്റെ അനന്തരഫലം അടുത്ത തലമുറയാണ് അനുഭവിക്കാൻ പോകുന്നത്. കാരണം ഇതിന്റെ കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇന്ന് വരെ നീക്കം ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ടും. കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ്. ഇപ്പൊ ആലപ്പുഴയായിരുന്നാലും തിരുവനന്തപുരത്തായിരുന്നാലും കൊല്ലത്തായിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ വള്ളമായിരുന്നാലും കട്ടമരമായിരുന്നാലും ഒക്കെ ഈ കണ്ടെയ്നറുകളിൽ തട്ടി നശിക്കുന്നുണ്ട്. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനായിട്ട് സംവിധാനമില്ല ഇവിടെ. ഇതിന്റെ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് മുഴുവൻ കടലിന് കരയിലോട്ട് വരും. താൽക്കാലികമായിട്ട് ആദ്യത്തെ ഒരാഴ്ച കുറെ തൊഴിലാളികളെ ഇറക്കി കൂലി കൊടുത്തുകൊണ്ട് അത് നീക്കം ചെയ്തു. പക്ഷേ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, കടലിൽ തീരത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കടലടിച്ച് വീണ്ടും കടലിലോട്ട് പോവുകയാണ്. ഇത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ നശിപ്പിക്കും. നമുക്കറിയാം, ഇപ്പൊ കരയിൽ കാടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ കടലിന്റെ അടുത്തിട്ട് കാടാണ്. ചെറു സസ്യങ്ങളും അതോടൊപ്പം തന്നെ പാറകളും ഒക്കെയുള്ള മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണത്. അത് മുഴുവൻ ഈ പെല്ലറ്റുകൾ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് കടലിന് പരിചരണം ആവശ്യമുണ്ട്, അതോടൊപ്പം തന്നെ നിയന്ത്രണം വേണം, അതോടൊപ്പം തന്നെ ഇത് സംരക്ഷിക്കുകയും വേണം. പക്ഷേ ഇത് മൂന്നും നടക്കണം ഈ സമയത്ത്. അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ പറയുന്ന ഇവിടെ അയലയുടെ വംശനാശം, മുട്ടകൾ മുഴുവൻ നശിച്ചു ഈ സമയത്ത്. അത് കുഫോസൊക്കെ നടത്തിയ പഠനത്തിൽ നിന്നും അത് പുറത്തു വന്നിരിക്കുകയാണ്. മത്തിയും അത് തന്നെയാണ്. മത്തീന് കേരളത്തിന്റെ കടലിലോട്ട് വരുമോ അത് മറ്റ് തീരത്തേക്ക് അത് കൂടോടെ പറിച്ചു നടപ്പെടുകയാണ്. കാരണം അതിന് ഇവിടെ ജീവിക്കുവാനുള്ള സാഹചര്യമില്ല.